അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാമ്പാർ കറിയാണ്. ദുബായ് സ്പെഷ്യൽ സാമ്പാർ കറി. നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പരിപ്പിട്ടിട്ട് ഇതേ അതിലുള്ള സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. തക്കാളി, ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇത് വിസിലടുപ്പിക്കാൻ പോകണതാണ്. നമ്മതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് മുരിങ്ങക്കോല് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് പൊടികൾ ചേർക്കുന്നതാണ്. ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ കട്ടി കൂടാൻ വേണ്ടി എല്ലാ പൊടികളും കൂടി ഒരുമിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. എന്നാലും നല്ല കട്ടിയിൽ നമുക്ക് സാമ്പാർ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇതിലോട്ട് മുളക് പൊടിയും കൂടി ചേർക്കുന്നതാണ്. ആവശ്യത്തിന് ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം. അത് നമ്മൾ ഇത്തിരി ആവശ്യത്തിന് എരിവ് ഇടുന്നുണ്ട്. നമ്മൾ അടുത്തത് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. മല്ലിപ്പൊടി നമ്മുടെ ഒരു സ്പൂൺ 1.25 സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ട്. അടുത്ത നമ്മുടെ സാമ്പാർ പൊടി ഇടുന്നതാണ്. അത് നമുക്കിപ്പോൾ ഒരു 1.5-2 സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഇടുന്നത്. ഓരോരുത്തർ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ഇടുക. അതേ കായം കൂടി ഇടുമ്പോഴാണ് നമ്മൾ പൊടിയല്ല നമുക്കിവിടെ കിട്ടിയത്. നമുക്കത് വെള്ളത്തിൽ ചേർത്ത് മിക്സാക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. നമ്മത് നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ്. എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സാക്കി കൊടുക്കുന്നതാണ്. ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി. നമ്മിത് മൂടി വെച്ചിട്ട് നമ്മത് വിസിലടുപ്പിക്കാൻ പോകുന്നതാണ്. അതിനുശേഷം നമുക്ക് വരാം. നമ്മൾ അതിൻ്റെ കൂടെ പുളിവെള്ളം കൂടി ആഡ് ചെയ്യണം. നമ്മൾ നേരത്തെ അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ മൊത്തം ഇട്ടിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്യുന്നതാണ്. ഇത് മൂടി വെച്ചിട്ട് നമ്മൾ വിസിലടിക്കാൻ പോകുന്നു. അപ്പോൾ നമ്മത് സാമ്പാർ വിസിലടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഇതിൽ താളിക്കാൻ വേണ്ടി നമ്മൾ അത് പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ്. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മളൊരു കടുക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ കടുക് പൊട്ടിയാലും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഉള്ളി ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിടുന്നതാണ്. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമ്മൾ അപ്പോൾ അതിലോട്ട് നേരത്തെ വിസിലടിച്ച് വെച്ച സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മൾ അതിലോട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ള ഇതൊക്കെ നമ്മൾ ഇതിലോട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ നല്ല കൊഴുപ്പുള്ള ദുബായ് സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്.